ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. അപ്പോ നിങ്ങൾക്ക് ഏപ്രിൽ 28 ഒരു പ്രത്യേകത അറിയാവോ? അന്നാണ് ഒരു മഹത് വ്യക്തി ജനിച്ചത്. ആ മഹത് വ്യക്തി വേറെ ആരും അല്ല, ഈ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മുടെ ഗോവയില്, സൗത്ത് ഗോവയില് നവേലിം എന്ന് പറഞ്ഞ പ്ലേസിലുള്ള ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ് ഞങ്ങൾ ഡിന്നർ ഔട്ടിനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പേര് പോലെ തന്നെ ഒരു വൈറ്റ് തീമിലുള്ള നല്ലൊരു റെസ്റ്റോറന്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വിസിറ്റ് ഫസ്റ്റ് ടൈം വിസിറ്റ് ആയിരുന്നു. എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ ഫുഡിലാണെങ്കിലും അവരുടെ അവിടുത്തെ അറേഞ്ച്മെന്റ്സിലാണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ഒരു കോംപ്രമൈസും ചെയ്യാതെ എല്ലാം നല്ല പ്രീമിയം സെറ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഗോവയിൽ വരുന്ന ആളുകൾക്ക് ഇതേപോലത്തെ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറന്റ് നോക്കുന്നുണ്ടെങ്കിൽ സൗത്ത് ഗോവയിലുള്ള ഓഫ് വൈറ്റ് റെസ്റ്റോറന്റ് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്ക് ടു എൻ്റെ ബർത്ത്ഡേ പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടെ തയ്പ്പിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സിന് കുറേ കോംപ്ലിമെന്റ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറയുന്ന പോലെ തന്നെ, എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഇടാൻ പോകുന്ന വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാലോ, എപ്പോഴും ഞാൻ വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആവും. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ എനിക്ക് കുറേ നല്ല എൻ്റെ ഡ്രസ്സിന് നല്ല കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, എൻ്റെ കേക്ക് ഞങ്ങൾ അങ്ങനെ വലിയ കേക്കൊന്നും വാങ്ങിയില്ല കേട്ടോ. ഞങ്ങളൊരു ചെറിയ കട്ട് പീസ് കേക്കാണ് വാങ്ങിയത്. കുറച്ച് ഡയറ്റ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഷുഗറൊക്കെ ഒന്ന് കട്ട്. പിന്നെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലെയും പോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു നല്ല പ്രീമിയം ബാർ. പക്ഷെ ഞങ്ങള് ഡ്രിങ്ക്സ് ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഒന്നും ഡ്രിങ്ക്സ്, ഇപ്പൊ എനിക്ക് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഞങ്ങള് എല്ലായിടത്തും പോകുമ്പോൾ ഈ ബിയറൊക്കെ അടിക്കുമെന്ന്. പക്ഷെ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ നല്ല ആംബിയൻസ് ഉള്ള എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ മാത്രമേ അറ്റ്ലീസ്റ്റ് ഡ്രിങ്ക്സിൽ ഞങ്ങൾ ബിയറൊക്കെ പറയാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും അങ്ങനെ കുടിക്കാറൊന്നുമില്ല കേട്ടോ. അതൊന്നും ഹെൽത്തിന് നല്ലതല്ല, നിങ്ങളും അങ്ങനെ കുടിക്കണ്ട കേട്ടോ. ഞാൻ ദേ ഒരു മോക്ടെയിലാണ് പറഞ്ഞത്. ജിത്ത് എന്ത് സ്പ്രൈറ്റ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഐറ്റം വന്നു. ഞങ്ങള് സ്റ്റാർട്ടേഴ്സിൽ ഓർഡർ ചെയ്തത് കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഗോവയിൽ ഞങ്ങൾക്ക് അങ്ങനെ ബീഫ് ഇവിടുത്തെ ഗോവൻ റെസ്റ്റോറൻസിൽ നിന്നൊന്നും വാങ്ങിക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങളുടെ ആ ഒരു ടൈപ്പ് ആയിരിക്കില്ല. പക്ഷെ ഇവിടെ കേരള സ്റ്റൈൽ ഉണ്ടായിരുന്നോണ്ട് അങ്ങനെ തന്നെ സെലക്ട് ചെയ്തു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രൈ ഫ്രൈ ആയിരുന്നു, നല്ല ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ടുള്ള. ഞങ്ങൾ ഗോവയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കഴിക്കുന്നത്. നല്ലതായിരുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ഓഫ് വൈറ്റ് റെസ്റ്റോറന്റിൽ ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ ഞാൻ മൈക്ക് എടുക്കാതിരുന്നത് കൊണ്ടാണ് സൗണ്ട് ഞാൻ ഓൺ വോയിസ് കൊടുത്തപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നുന്നത്. അതിന് സോറി കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പറ, എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സൊക്കെ? നല്ലതായിരുന്നോ എന്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്? അപ്പോൾ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഓഫ് വൈറ്റ്. പേരിൽ തന്നെ പോലെ ഫുൾ വൈറ്റിലാണ് തീമൊക്കെ. സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാവരും വന്നു ബീഫ്, ചിക്കൻ, പോർക്ക്, മട്ടൻ ബിരിയാണിയാണ് ഇവിടെ സ്പെഷ്യൽ. മട്ടൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞങ്ങൾ എന്താണ് ഈ ചുണ്ടിട്ടാനക്കണേന്ന്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നല്ല സൗണ്ടിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മൈക്കില്ലാത്തതിന്റെ പ്രശ്നമാണ് വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കിട്ടും, എല്ലാ ബീഫും പോർക്കും ഒക്കെ കിട്ടും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചില റെസ്റ്റോറൻറ്റ്സിൽ മാത്രമേ ഇവിടെ ബീഫും പോർക്കും ഒക്കെ കിട്ടുള്ളൂ.
അപ്പോൾ അങ്ങനെ അത് രണ്ടും കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ നമ്മുടെ ഓഫ് വൈറ്റ് റെസ്റ്റോറൻറ്റ് നവേലിയും സൗത്ത് ഗോവയിൽ വരുന്ന. പിന്നെ ഇവിടുത്തെ ഫുഡ് മെനു എന്ന് പറയുന്നത് നമുക്ക് സ്കാൻ ചെയ്താണ് എടുക്കേണ്ടത്, നമുക്ക് അല്ലാണ്ടുള്ള മെനു ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇതേ ഫോണിൽ കാര്യമായിട്ട് ഡിഷസ് ഒക്കെ നോക്കായിരുന്നു, എന്തെങ്കിലും വെറൈറ്റി പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങള് വന്നിരുന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് വെൽക്കമിങ് ആയിട്ട് ഒരു ഡിഷ് അവര് തന്നു. അത് ഒരു കുറെ ഒന്നല്ല, ഒരു പീസ്. അത് പനീറിന്റെ എന്തോ ഒരു സംഭവമായിരുന്നു. നമ്മള് ചില്ലി ഗോപി എന്നൊക്കെ പറഞ്ഞോട്ട് ഇതൊരു ചില്ലി പനീർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ സംഭവം കിടുവായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് അത് കഴിച്ചത്. അപ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളത് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങൾ അയാളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് അത് വേണം. അപ്പൊ അതിന്റെ റേറ്റ് പറഞ്ഞത് 520 ആയിട്ടാണ് കേട്ടോ അതിന്റെ റേറ്റ് പറഞ്ഞത്. നമ്മൾ കഴിച്ച ബീഫ് ഡ്രൈക്ക് പറഞ്ഞ റേറ്റ് 590 ആയിരുന്നു. ഇവിടെ ഇത് പനീറിന് 520 ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അതും പറഞ്ഞു, കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് വൈറ്റിൽ എനിക്ക് മറ്റുള്ള ഗോവൻ റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ പോകുന്നതിനേക്കാളും എനിക്ക് ഇത്തിരി പ്രൈസ് കൂടുതലായിട്ട് തോന്നി, എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അവര് സ്റ്റാർട്ടിങ്ങിൽ തന്ന ആ സാധനം, പനീറിന്റെ ഒരു പനീർ തനിക്ക് അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആംബിയൻസും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. പക്ഷേ റേറ്റൊക്കെ കുറച്ച് കമ്പിയായിരുന്നു. മറ്റുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാളും ഒരു 200-300 റുപ്പീസ് എല്ലാവരും കൂടുതലാണ്. ഞങ്ങൾ മട്ടൻ്റെ ഒരു ഡിഷ് എപ്പോഴും വേറെ റെസ്റ്റോറൻറ്റൊക്കെ പറയാനുള്ളതാണ്, അതും ബട്ടറിലാണ്. അതിന് ഇവിടെ പറഞ്ഞ റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 795 ആണ് കിട്ടാം. അപ്പോൾ ഞങ്ങൾക്കത് ശരിക്കും 400 അല്ലെങ്കിൽ 500 ഉള്ളതാണ്. അപ്പോൾ ആംബിയൻസ് ഒക്കെ നോക്കി ഇറങ്ങുമ്പോൾ കുറച്ച് റേറ്റും കൂടുതലായിരിക്കും. ഞാൻ കുറച്ച് ആംബിയൻസിൻ്റെ ആളാണ്, കാരണം എനിക്ക് ഫോട്ടോസൊക്കെ ഉണ്ടാകുന്നത് റേറ്റ് ബർത്ത്ഡേക്ക് എന്താണ് നമ്മൾ അങ്ങനെയൊക്കെ ആംബിയൻസ് ഒക്കെ നോക്കണമല്ലോ. നല്ല ഡ്രസ്സൊക്കെ വരുമ്പോൾ അല്ലേ, നല്ല ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും. ജിത്തു ബീഫ് ഫ്രൈ കൊടുത്ത റേറ്റ് 5 out of 5 ആണ്. ഞാൻ 4 out of 5 ആണ്. കാരണം കേരളത്തിൽ ഞാൻ കൂടുതൽ ബീഫ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇവിടെ ഗോവയിൽ ഞാൻ കിട്ടിയതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ബീഫ് തന്നെയാണ്. 4 out of 5. അപ്പം ഇവർ ഞങ്ങൾക്ക് സ്റ്റാർട്ടേഴ്സിൽ ഫ്രീ തന്നൊരു സാധനം ഉണ്ട് കേട്ടോ. പനീറിൻ്റെ പനീർ ഹരിയാലി ഒന്നല്ല, വേറെ എന്തോ പേര് വന്നേ. ഇതിൽ കുറച്ച് നാളുടെ ഹരിയാലി എന്നുള്ള പേര് എവിടെ നിന്നോ കിട്ടിയതുകൊണ്ട് എല്ലാത്തിലും ഹരിയാലി എന്നാണ്. ഇത് പനീർ ടിക്കായി അങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് സ്റ്റാർട്ടേഴ്സിൽ വെറുതെ ഒന്നും കേൾക്കാനായിട്ട് വന്നതായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഞങ്ങളത് ഓർഡർ ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ മെയിൻ കോഴ്സിൽ ഓർഡർ ചെയ്തത് മട്ടൺ റോഗൻ റോഷ് എന്ന് പറയുന്ന ഒരു ഡിഷാണ്. നമ്മുടെ മട്ടൺ റോസ്റ്റ് ഒക്കെ പോലെ തന്നെ, പക്ഷെ ഇത്തിരി സ്പൈസി ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും ബട്ടറിനാണ്, നല്ലൊരു കോംബോയാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞാൻ 5 കൊടുക്കും. അത് കുറച്ച് സ്വീറ്റ് ആയിട്ടാണ്, ചൈനീസ് ആണ്. അപ്പോൾ സോയാ സോസും ടൊമാറ്റോ സോസും ഉണ്ട്. സംഭവം അടിപൊളി കേട്ടോ. ഞാൻ ആദ്യത്തെ പനീറിൻ്റെ ഇത്രയും ടേസ്റ്റുള്ളൊരു സ്റ്റാർട്ടർ ആയിരുന്നു. ഈ ഡിഷ് ഇവിടുത്തെ പ്രത്യേകത വേണമെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിരിക്കും. കാരണം ഞാൻ വേറെ റെസ്റ്റോറൻറ്റിലൊന്നും ഈ ഒരു ഡിഷിൻ്റെ പേര് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ April 28 മൺഡേ ആയതുകൊണ്ട് തന്നെ ആ റെസ്റ്റോറൻറ്റിൽ ആ നൈറ്റ് ടൈം അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളും പിന്നെ വേറെ ഒരു ടീമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൺഡേസ് ഒന്നും അധികം ആളുകൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സിലൊന്നും പോവില്ലല്ലോ.
ഞങ്ങൾ ഈ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം വന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളും അങ്ങനെ വീക്ക് ഡേയ്സിലൊന്നും പോവാറില്ല. സാറ്റർഡേ, സൺഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ആ ഒരു ഡേയ്സ് ആണ് ഞങ്ങൾ പുറത്തു പോകാനായിട്ട് കൂടുതലും പോകാറ് പുറത്ത്. അപ്പൊ ഇത് മൺഡേ ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറന്റ് നല്ല എംപ്റ്റി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു എന്താ പറയാ ചമ്മലും ഇല്ലാണ്ട് എല്ലായിടത്തും പോയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചമ്മലായിരുന്നു എടുക്കാനൊക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നത്തെ വീഡിയോസിലൊക്കെ ഒരു ഇൻട്രോവേർട്ട് ഫീലിംഗ് ആണ് വരിക. അപ്പോൾ ഇത് എന്തായാലും അടിപൊളിയായിരുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം അടിപൊളിയായിട്ടൊക്കെ അവിടെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയെങ്കിലൊക്കെ എല്ലാ ഈച്ച് ആൻഡ് എവറി കോർണറിൽ ഞങ്ങൾ പോയി എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കമന്റിൽ. ഞങ്ങളുടെ വീട്ടിലുള്ള എടുക്കും. ഞാൻ എടുത്തു. ഇതിനൊക്കൊന്നും ഒരു ഇതായിട്ടില്ല. അപ്പൊ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് റെസ്റ്റോറന്റ് ഉൾവശവും ഒക്കെ. അവർ ഈ ബാംബൂന്റെ കുറച്ച് ഐറ്റംസ് കൊണ്ടുള്ള ചെയേഴ്സും അങ്ങനത്തെ ഇതൊക്കെയാണ് ഡെക്കറിനൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈറ്റ് കളറിൽ ആ ഒരു ഇത് ഇങ്ങനത്തെ കളർ കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഇതുള്ളത് ഈ ഒരു റെസ്റ്റോറന്റ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ മെയിൻ കോഴ്സ് എത്തി. ഞങ്ങളുടെ ബട്ടർ ഞാനും മട്ടൻ റോഗൻ റോഷും. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം സ്റ്റാർട്ടേഴ്സ് തന്നെ ഹെവി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് 2 പീസ് കഴിച്ചിട്ട് ബാക്കി പാഴ്സലാ പറഞ്ഞത്. അപ്പൊ എന്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമന്റും ഷെയറും ചെയ്യണം.